രജനിയും സംവിധാനം നിർവഹിച്ചിരിക്കുന്ന 10 ഓണപ്പാട്ടുകൾ ഒറ്റ പ്ലേലിസ്റ്റിൽ ഈ ഓണത്തിന് നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയാണ്. അതിൽ 5 പാട്ടുകൾ ഈ വർഷം റിലീസാവുകയാണ്. ഞാൻ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ കാണുന്ന വൈറ്റ് സ്ക്വയറിൽ വലുതായി കാണുന്ന ചിങ്ങപ്പുലരി, ഓണപ്പൂത്താലം, ഓണത്തുമ്പി, പൂവിളി, ഓർമ്മപ്പൂക്കളം തുടങ്ങിയ ആൽബംസ്. അതിൻ്റെ രചനയും സംവിധാനവും ഞാനാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകർ, ഗായകർ, അഭിനേതാക്കൾ ഒക്കെ അണിനിരന്നിട്ടുണ്ട്. ഇത് ഹരിശ്രീ ക്രിയേഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസാവുന്നത്. ഇന്ന് ചിങ്ങപ്പുലരി എന്ന ആദ്യത്തെ ഒരു ആൽബം റിലീസായി. വരും ദിവസങ്ങളായിട്ട് 5 ആൽബംസ് റിലീസാവും. പോയ വർഷങ്ങളിൽ പലപ്പോഴായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ആ ചിത്രങ്ങൾ കാണുന്ന അത്തത്തത്ത, തിരുവോണപ്പാട്ട് തുടങ്ങിയിട്ടുള്ള മറ്റ് 5 ആൽബങ്ങൾ കൂടെ ചേർന്നതാണ് ഈ 10 ഓണപ്പാട്ടുകൾ. ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്ത ഹരിഗീതം എന്നൊരു പുസ്തകമുണ്ട്. അതിൽ വന്നിട്ടുള്ളതാണ് ഇതിലെ പല കവിതകളും പാട്ടുകളും. TS രാധാകൃഷ്ണജി, നമുക്കറിയാം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ, അതുപോലെ വടക്കുന്നാഥ സർവ്വ നടത്തുന്നാഥ, ആ പാട്ടുകളിലൊക്കെ സംഗീത സംവിധായകൻ അദ്ദേഹമാണ്. അതിലെ നടുവിൽ കാണുന്ന ഓണത്തുമ്പി എന്ന ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. പലരും റിയാലിറ്റി ഷോ വിന്നേഴ്സ് ആയിട്ടുള്ളവരും പ്രശസ്തരായിട്ടുള്ള പാട്ടുകാർ, അഭിനേതാക്കൾ, കൂടുതലും തൃശ്ശൂർ, പാലക്കാട് മേഖലകളിലെ മനോഹരമായിട്ടുള്ള പ്രകൃതി സുന്ദരമായിട്ടുള്ള ലൊക്കേഷനുകൾ, അവിടെയാണ് ഈ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ കാസറ്റുകളിൽ ഓണപ്പാട്ടുകൾ വന്നിരുന്ന ഓണക്കാലത്ത് ഒരു സൈഡിൽ 5 പാട്ട്, മറു സൈഡിൽ 5 പാട്ട്, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു 90കളിലും 80കളിലൊക്കെ. അപ്പോൾ ഒരുമിച്ചൊരു 5 പാട്ട് അല്ലെങ്കിൽ 10 പാട്ട് ഒരു കലാസൃഷ്ടിയായിട്ട് ഒന്നിച്ച് കിട്ടുന്ന ഇത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് തീരില്ല എന്ന് പറയാം. പരമാവധി എന്ന യൂട്യൂബിലൊക്കെ ഒരു പാട്ട് ഒരു ഓണം സീസണിൽ ഒരാൾ ഇറക്കിയാൽ ആണ് പരമാവധി. അവിടെയാണ് ഇപ്പൊ 5 പാട്ടുകൾ ഒരാളുടെ രചനയിൽ സംവിധാനത്തിൽ ഒന്നിച്ചു വരുന്നു എന്നൊരു അപൂർവത, പുതുമ ഈ വർക്കിനുള്ളത്. പോയ വർഷങ്ങളോടുള്ള 10 പാട്ടുകൾ എൻ്റെ സൃഷ്ടിയായിട്ട് എൻ്റെ രചനയിലും സംവിധാനത്തിലും വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിന് തരാവുന്ന വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളേവരും സഹകരിക്കണം എന്നീ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് ആദ്യത്തെ ചിങ്ങപ്പുലരി റിലീസ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ പാട്ടുകൾ അതിന്റെ എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് പബ്ലിഷ് ആവും. 5 പാട്ടുകൾ കഴിഞ്ഞ വർഷം റിലീസായതാണ്. ആ പിക്ചറിൽ മെയിൻ സ്ക്വയറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ റിലീസായത്. ഓൾറെഡി യൂട്യൂബിലുണ്ട്. ബാക്കി ഇപ്പോൾ ഈ ഓണത്തോട് തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് 10 പാട്ടുകൾ ഫുൾഫിൽ ആവും. ഇത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിൽ ഇറങ്ങുന്ന 5 പാട്ടിൽ ആദ്യത്തത് ഇന്നാണ് റിലീസായിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഓണക്കോടി, ഓണസദ്യ, ഓണക്കളികൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഓണപ്പാട്ടുകളും പ്രധാനമാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് ഓണപ്പാട്ടുകളൊക്കെ പണ്ടത്തെ പോലെ അത്ര കൂടുതലായിട്ട് ഇറങ്ങുന്നില്ല, വളരെ കുറയ്ക്കാൻ. ഇതിന്റെ ഒരു മാർക്കറ്റബിലിറ്റി മുമ്പത്തെ പോലെ ഇല്ലല്ലോ. ഒരു കാസറ്റോ CD ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രോഫിറ്റ് ഇതിലില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം പാട്ടിനോടുള്ള സമർപ്പണം എന്നുള്ള ഇനീഷ്യേറ്റീവ് ആയിട്ടാണ്. ഇതൊരു ബിസിനസ് ടൈപ്പ് ഒരു വർക്കല്ല. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ക്യാമറ ടീം, എഡിറ്റിംഗ് ടീം എല്ലാവരും ചേർന്നുകൊണ്ട്, ആർട്ടിസ്റ്റിലും ചേർന്നുകൊണ്ട് നല്ല സംഗീത സൃഷ്ടികൾ ഒരുക്കുക എന്ന ഒട്ടും കമേഴ്സ്യൽ അല്ലാത്തൊരു ആസ്പെക്റ്റിൽ ആണ് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്.